ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിന് ശേഷം അമേരിക്കൻ യൂറോപ്യൻ സ്റ്റോക്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ടെക്നോളജി സ്റ്റോക്കുകൾ മെജോറിറ്റി സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഓപ്പണിംഗിലൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണുന്നത്. സെൽ ഓൺ റൈസ് ആണ് പൊതുവെ ഏഷ്യയിലുള്ളത്. അത്തരത്തിലുള്ള സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുന്നത്. കാര്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമിസം ഒന്നും തന്നെയില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് തുടർന്നു വരുന്ന അൺസർട്ടനിറ്റി തന്നെയാണ്. ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യതക്കുറവ്, അതുപോലെ തന്നെ LPG LNG ലഭ്യതക്കുറവൊക്കെ പല എക്കണോമികൾക്കും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഇന്ത്യൻ എക്കണോമിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് കാര്യമായിട്ട് രീതിയിലുള്ള ഒരു ബുള്ളിഷ് സെന്റിമെന്റ് കാഴ്ചവെക്കാനുള്ള സാധ്യതകൾ കുറവാണ്. മറിച്ച് ഇന്നലെയൊക്കെ വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അറ്റ് എവരി റൈസിൽ സെല്ല് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഒപ്പം നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ $498.6 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റിന് ശേഷം 4500 ലെവലിലേക്കൊക്കെ ഉയർന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $4,365.8 പെർ ഔൺസിനാണ്. രാവിലെ 8:30 ട്രേഡ് ചെയ്യുന്നത്. സിൽവറും $60.89 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $67.5 പെർ ഔൺസിനാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഒരു വോളാറ്റൈൽ മോഡിലാണ്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. അലുമിനിയാണ് മറ്റ് കമോഡിറ്റികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $99.8 പെർ ബാരലിനാണ്. $114 നിന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റിന് ശേഷം ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ വന്നത്. നാച്ചുറൽ ഗ്യാസും ബെറ്റർ ആണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും പുതിയ റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. RBIയുടെ കണക്ക് പ്രകാരം 93.89 രൂപ പെർ ഡോളറിനാണ്. അൺഒഫീഷ്യൽ മാർക്കറ്റിൽ 94.03 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നൊരു പക്ഷേ സ്ലൈറ്റ് ബെറ്റർ സെന്റിമെന്റ് റുപ്പിയുടെ കാര്യത്തിൽ കണ്ടേക്കാം, സ്ലൈറ്റ് അപ്രീസിയേഷൻ കണ്ടേക്കാം. എന്നിരുന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ റുപ്പിയുടെ കാര്യത്തിലും ഒരു പ്രഷർ തന്നെയാണുള്ളത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൺഗോയിങ് IPO ഉണ്ട്. കോൾ ഇന്ത്യയുടെ സബ്സിഡിയറി IPO സെക്കൻഡ് ഡേ 0.26 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇന്നാണ് ലാസ്റ്റ് ഡേ. ഇൻസ്റ്റിറ്റ്യൂഷന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് മിക്കവാറും ഈ IPO സക്സസ് ആവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ആരംഭിക്കുന്ന 3 IPOs ഉണ്ട്. മെയിൻ ബോർഡിലെ പവറൊക്കെയാണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. 395 രൂപ പെർ ഷെയർ ആണ് ഓഫർ പ്രൈസ് വരുന്നത്. ലോങ് ടൈം ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ജനറേറ്റർ സെറ്റുകൾ ഉണ്ടാക്കുന്ന അക്സസറീസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് പവറിക്ക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ NBCC വീണ്ടും 58.61 കോടി ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അസ്ട്രാൽ ലിമിറ്റഡിന്റെ സബ്സിഡിയറിക്ക് ഒരു പാറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. ലോങ് റണ്ണിലേക്ക് പോസിറ്റീവ് ആണ്. DCX സിസ്റ്റംസ് വീണ്ടും ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. 14 കോടി രൂപ ഓർഡറാണ്. GR ഇൻഫ്രാ പ്രൊജക്ട് ഒരു ഹൈവേ പ്രൊജക്ട് ബാഗ് ചെയ്തിട്ടുണ്ട്. 2440 കോടി രൂപ ഹൈവേ പ്രൊജക്റ്റാണ്. വിപ്രോ സൗത്ത് കൊറിയയിൽ എക്സ്പാൻഡ് ചെയ്യാണ്. ഒപ്പം കോൾ ഇന്ത്യയുടെ മറ്റൊരു സബ്സിഡിയറിയുടെ IPO കൂടി ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതാണ് കോൾ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. മഹാനദി കോൾ ഫീൽഡ്സ് ലിമിറ്റഡ് ആണ്. 100% ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. IRB ഇൻഫ്ര റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബോണസിന് വേണ്ടിയുള്ള റെക്കോർഡ് ഡേറ്റ് ആണ് 1:1 ആണ്. ബോണസ് April 1 റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആക്മെ സോളാറിന്റെ 2 ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രൊജക്ടുകളുടെ പാർഷ്യൽ കമ്മീഷനിങ് നടന്നിട്ടുണ്ട്. ആക്മെ സോളാറിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആംബർ എന്റർപ്രൈസസ് ഷാർപ്പ് ജപ്പാനായിട്ടൊരു കൊളാബറേഷൻ വരുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. വേദാന്ത ലിമിറ്റഡ് ഇന്നലെ 11 രൂപ പെർ ഷെയർ ഇന്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ഇന്ററിൻ ഡിവിഡൻഡ് ആണ്. GRSC ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. പ്രത്യേകിച്ച് ഡിഫൻസിന് വേണ്ടി ഷിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 40,000 കോടി രൂപ ഡിഫൻസ് ഓർഡർ ബാഗ് ചെയ്തേക്കാം. 8
കോർവെറ്റ്സ് എന്ന് പറയുമ്പോൾ സ്മോൾ വാർഷിപ്പുകളാണ് ഇത് ഉണ്ടാക്കാനുള്ളൊരു ഓർഡറാണ് GRSക്ക് ലഭിക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഹ്യുണ്ടായി സൗത്ത് കൊറിയ ആയിട്ടുള്ള ഫസ്റ്റ് JV ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മീഷൻ ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഇലക്ട്രോ സ്റ്റീൽ, തെർമോ, അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റെയിൻലെസ്, V-മാർട്ട്, HCL ടെക്, ഈ കമ്പനികളിലാണ് ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. ഇനി ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട് മാർക്കറ്റിൽ. അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസത്തെ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ETF ബൈയിങ് ഡാറ്റ പുറത്ത് വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ഗ്ലോബലി ETF-കൾ സെല്ലേഴ്സ് ആണ് ഗോൾഡ് ETF-ൽ 36.8 ടൺസ് ആണ് ടോട്ടൽ. നമ്മൾ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ETF-കൾ ഫെബ്രുവരി മാസത്തിൽ നടത്തിയിട്ടുള്ളത്. ഏഷ്യ മാത്രമാണ് സെല്ലിംഗ് നടത്താത്ത ഒരു കോണ്ടിനെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പൊതുവെ നോക്കുകയാണെങ്കിൽ നെറ്റ് 28.9 ടൺസാണ് ഫെബ്രുവരി മാസത്തിൽ ഗോൾഡ് ETF-കൾ, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ ETF-കൾ ഗോൾഡ് വിറ്റിരിക്കുന്നത്. മാർച്ച് മാസത്തിലും ഇത്തരത്തിൽ സെല്ലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസ് ഗോൾഡിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. ഒപ്പം സെൻട്രൽ ബാങ്കുകളും ഗോൾഡ് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. മാർച്ച് മാസത്തിൽ അത്തരത്തിലുള്ളൊരു സെല്ലിംഗ് ആണ് സെൻട്രൽ ബാങ്കുകൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കാണാനുള്ള സാധ്യതകളുണ്ട്. വീണ്ടും ഗോൾഡ് $4,100-4,000 പെർ ഔൺസിലേക്ക് താഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്കുകളുടെ ഗോൾഡ് ETF-കളുടെയൊക്കെ ആക്ടിവിറ്റി വാച്ച് ചെയ്തുകൊണ്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഗോൾഡ് ഡീൽ ചെയ്യുന്ന ജുവലേഴ്സൊക്കെ അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കേണ്ടതാണ്. അറ്റ് എവരി റൈസിൽ ഗോൾഡിലൊരു ബ്രഷ് കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ സിൽവറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിൽവറിൽ കൂടുതൽ വൊളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാം. എന്നിരുന്നാലും അമേരിക്കയിൽ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ സ്ലൈറ്റ് അപ്പർ ഹാൻഡ് സിൽവറിന് കിട്ടിയേക്കാം. എന്നിരുന്നാലും ഗോൾഡിനൊപ്പം സിൽവറും താഴെ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇനി തീർച്ചയായിട്ടും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിൻ്റെ ന്യൂസ് ഫ്ലോസ് തന്നെയാണ് മാർക്കറ്റുകളെ ഗ്ലോബലി ഇമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് നീക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറേ മാസങ്ങൾ അല്ലെങ്കിൽ 1-2 വർഷങ്ങളൊക്കെ എടുത്തേക്കാം. പക്ഷേ മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ ഇറാനിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വാർ ഡാമേജ് മാറണമെങ്കിൽ ഒരുപക്ഷെ 3 to 5 years ഒക്കെ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്വേർഡ് മൊമെൻ്റ് ഒന്നും തന്നെ ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മറിച്ച് ലോവർ ലെവലിൽ നിന്ന് റിബൗണ്ടൊക്കെ വന്നേക്കാം. അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റബിലിറ്റിയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിലൊക്കെ കുറേയൊക്കെ പൊസിഷൻസ് സെല്ല് ചെയ്യാവുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒപ്പം നല്ല IPOs വരികയാണെങ്കിൽ IPOസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ റിക്വസ്റ്റ് പ്രകാരം അമേരിക്ക ഇടപെട്ടു എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇന്നലെ ഈ ഇഷ്യൂ, അതായത് 5 ദിവസത്തേക്ക് ഇറാന് മേലുള്ള ആക്രമണം നീട്ടിവെച്ചപ്പോൾ പറഞ്ഞ് ഇറാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ്പോൺമെന്റ് ഉണ്ടായി എന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് ഇറാൻ അപ്പം തന്നെ നിഷേധിച്ചിരുന്നു. അപ്പോൾ ട്രംപിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പലതും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് മാർക്കറ്റിലൊരു വളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിന്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.